ചെമ്പനിപ്പ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. വീട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ ശ്രുതി മീരയുടെ അടുത്ത് പറയാണ് കേട്ടോ. ഇത് കേട്ട മീരയാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. നിനക്കെന്താടി എന്റെ സിറ്റുവേഷൻ തമാശയായിട്ടാണോ തോന്നുന്നത്? അല്ലടി, ആ പ്രവീൺ എന്തിനാണ് സച്ചിയുടെ പേര് പറഞ്ഞതെന്നുള്ള കാര്യം മീര ചോദിക്കുന്നുണ്ട്. അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, സച്ചിയുടെ പേര് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം തിരിച്ചുവിട്ടാൽ മാത്രമാണല്ലോ എനിക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. ആരാണ് ഫേക്ക് ആയിട്ട് ലെറ്റർ കൊടുത്തതെന്നുള്ള കാര്യം കണ്ടുപിടിക്കും എന്നുള്ള കാര്യം സച്ചി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവരാണെങ്കിൽ നാലിടം ചുറ്റുന്നവനാണ് കാറില്. പെട്ടെന്ന് തന്നെ ആ നവീനെ കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനിപ്പോ എന്താ ചെയ്യാന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോ അവനിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവൻ എന്റെ ലൈഫിൽ തലയിടുന്നത്. അവനും അതുപോലെ രേവതിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഒഴിഞ്ഞു പോകും. അതിനിപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? അതിന് ഒരു വഴിയുണ്ട്. ആന്റിയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന വീഡിയോ സച്ചിയുടെ ഫോണിനകത്തുണ്ടല്ലോ, അത് എങ്ങനെങ്കിലും എടുക്കണം. അതെടുക്കാൻ വേണ്ടി പോയിട്ടല്ലേ നീ അന്ന് കട്ടിന്റെ അടിയിൽ പോയിട്ട് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടത്? അത് ഞാനല്ല എടുക്കാൻ വേണ്ടി പോകുന്നത്, നീയാണ്. ഞാനൊന്ന് ചോദിക്കാനോട്ടോ മീര. അതെ, നീ നാളെ ഓഫീസിലും പോവാൻ വേണ്ടിയിട്ട് സച്ചിയുടെ കാറ് ബുക്ക് ചെയ്യേ. എന്നിട്ട് നിന്റെ ഫോൺ ഓഫായി പോയി എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോൺ മേടിച്ച് ഒരു കോൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോൺ മേടിച്ചിട്ട് അതിനകത്ത് ആ വീഡിയോ നീ എനിക്ക് സെൻഡ് ചെയ്യേ. നീ എന്താടി സച്ചിയുടെ അടുത്ത് എന്നെ കോത്തു വിടാൻ വേണ്ടി ശ്രമിക്കാണോ? മീരയ്ക്ക് കേൾക്കുമ്പോ തന്നെ നല്ല പേടിയുണ്ട് കേട്ടോ. കളിക്കുന്നത് സച്ചിയുമായിട്ടാണല്ലോ. അതുകൊണ്ട് നീ എന്താടി എനിക്ക് വേണ്ടിയിട്ട് ഇതുപോലും ചെയ്തു തരില്ലെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലടി ഈ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് ഈ വീഡിയോ വന്നതെന്നുള്ള കാര്യം അവൻ ചിന്തിക്കില്ലേ? അപ്പോ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച കാര്യം അവൻ ഓർമ്മ വരില്ലേ? പിന്നെ അവൻ എന്നെ എന്താ ചെയ്യാന്നുള്ള കാര്യം നിനക്ക് ആലോചിച്ചാ പോരെ? അതിനു മാത്രമുള്ള ബുദ്ധിയൊന്നും അവനില്ല. നീ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നതിന് ശേഷം ആ മെസ്സേജ് ഫോണിനകത്ത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. എടി, സിംഹത്തിന്റെ വായിൽ കൊണ്ടുപോയിട്ട് തല വെക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. സച്ചിയുടെ മുമ്പിൽ വെറുതെ കൊണ്ടുപോയിട്ട് തല വെക്കണോ? എന്റെ ലൈഫ് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. ഇത് കാരണം പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് രേവതിക്കല്ലേ? രേവതി പാവല്ലടി എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അവളാണോ പാവം? അവളും അവനും കൂടി ചേർന്നിട്ടാണ് എന്റെ ലൈഫിൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഈ പ്രശ്നം പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരെയും എന്റെ ആന്റി അവിടുന്ന് പുറത്താക്കിക്കോളൂ. പിന്നെ സച്ചിയുടെ ശല്യം എനിക്കുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ അങ്ങ് ചെയ്താൽ മതി. ശരിയെന്ന് മീരയും പറയുന്നുണ്ട്. തുടർന്ന് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ അമ്പലത്തിലെ സ്വാമിയാണെന്നാണല്ലോ അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിനുള്ളിലേക്ക് അങ്ങ് കയറുവാണ് കേട്ടോ സച്ചി. സച്ചി അവിടെയൊക്കെ ചുറ്റി കറങ്ങുന്നതിനിടയ്ക്ക് സച്ചിയെ അറിയുന്ന ഒരാള് പുറകുന്ന് വിളിക്കുന്നുണ്ടോ സച്ചി എന്ന് പറഞ്ഞ്. അല്ല സച്ചി, നിനക്ക് അങ്ങനെ അമ്പലത്തിലൊന്നും കയറി പ്രാർത്ഥിക്കുന്ന ശീലമില്ലല്ലോ? ഇല്ലായിരുന്നു, പക്ഷേ കല്യാണത്തിന് ശേഷം അതൊക്കെ മാറി എന്ന് പറയാണേ. എന്തായാലും സച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ശക്തിയുള്ള ദൈവമാണ്. എല്ലാം നല്ലത് നടക്കുമെന്ന് പറയാണേ. നല്ലത് നടക്കാൻ വേണ്ടി തന്നെയാണ് താനും ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അല്ല, നിങ്ങൾ ദിവസവും ഇവിടെ വരാറുണ്ടോന്ന് സച്ചി ചോദിക്കുമ്പോ അതെ, എല്ലാ ദിവസവും ഞാൻ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. ഇന്നലെ വൈകുന്നേരം ഇവിടെ സ്വാമിയുടെ വേഷം കെട്ടിയിട്ട് ഒരു സ്വാമിയെ പോലുള്ള ഒരാളിങ്ങനെ നടന്നിരുന്നു എന്ന് ചോദിക്കുമ്പോ ഉണ്ടായിരുന്നു. അവൻ സ്വാമിയൊന്നുമല്ല, കള്ളസ്വാമിയാണ്. ഇവിടെ എന്തൊക്കെയോ വഴിപാട് നടത്തണം, അതുപോലെ തന്നെ അന്നദാനം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിൽ നിന്നും പണം എടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഇവിടെ ചുറ്റിക്കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു സമയം കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇവൻ കള്ളസ്വാമിയാണെന്ന്. ഈ അമ്പലവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണെന്നുള്ള കാര്യം. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് അവൻ നന്നായിട്ട് അടിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാണേ. ഓ, അങ്ങനെയാണല്ലേ? നിങ്ങൾക്ക് അയാളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുമ്പോ അയാളെ അടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ സച്ചിക്ക് കാണിച്ചു കൊടുക്കുവാണേ. കാണുമ്പോ തന്നെ സച്ചിക്ക് ആരാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടേ. ഓ, ഇവനാണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും എന്താ സച്ചി, നിനക്ക് ഇവനെ ആദ്യം അറിയോ? ഇവനൊരു ഫ്രോഡാണ്. ഇവനെ ഞാൻ തന്നെ അടിച്ചിട്ട് ഒരു ദിവസം പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചേട്ടാ, അവൻ എവിടെങ്കിലും വെച്ച് കാണുവാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴേക്കും മീരയുടെ കോള് വരുന്നുണ്ട്. സച്ചിയുടെ വണ്ടി ട്രിപ്പിന് വേണ്ടിട്ട് വിളിക്കുവാണേ. എന്നിട്ട് ആ സ്ഥലത്തേക്ക് പോകുമ്പോ മീരയാണല്ലോ കൈ കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ നീ എന്താ കൈ കാട്ടുന്ന കാറിന് ഞാനാണ് കാറ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓ, നീയാണോ? നീ എങ്ങനെ എന്റെ കാറ് കറക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യുന്നത്? സച്ചിയുടെ കാറാണെന്ന് അറിഞ്ഞിട്ട് ബുക്ക് ചെയ്തതല്ല. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത സമയത്ത് ഈ കാർ നമ്പറാ കാണിച്ചത്. അങ്ങനെ വന്നപ്പോഴാണ് സച്ചിയാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് പറയാണേ. ഓ, എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ട്രിപ്പ് കിട്ടിയാൽ മതിയല്ലോ, നീ കയറെന്ന് പറഞ്ഞിട്ട് മീരയുടെ അടുത്ത് കയറാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീരയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവന്റെ അടുത്ത് ഇപ്പൊ എങ്ങനെയാണ് ഫോൺ മേടിക്കുക എന്ന്. അത് കഴിഞ്ഞ് മീര ചോദിക്കുന്നുണ്ട് എത്രയായിട്ട് ഇങ്ങനെ കാർ ഓടിക്കുന്നു എന്ന് ചോദിക്കുമ്പോ ഞാനിന്ന് രാവിലെ മുതൽ വീട്ടിൽ നിന്ന് കാർ എടുത്തത് മുതൽ കാർ ഓടിച്ചോണ്ടിരിക്കുന്നുണ്ട് പറയാണേ. ഇല്ലല്ല, എത്ര നാളായി ഇങ്ങനെ ഓടിക്കാൻ വേണ്ടി തുടങ്ങിയത് എന്നുള്ള കാര്യം ചോദിച്ചത്. ഞാൻ ഡ്രൈവിംഗ് 18 വയസ്സ് മുതൽ പഠിച്ചിട്ടുണ്ട്.
അപ്പൊ ക്യാബ് ഡ്രൈവറായിട്ട് പോകാൻ വേണ്ടി തുടങ്ങിയതോ? അതും ഒരുപാട് നാളായെന്ന് പറയുന്നുണ്ട്. ഓ ആണല്ലേ. അല്ല, നീ എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ആ പൗഡർ എടുത്തിട്ട് കൂടെ ചുറ്റിക്കറങ്ങുവാണല്ലോ ചെയ്യാറ്. നിനക്ക് ജോലിയൊന്നുമില്ലേ? ഞാന് IT കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഓ ആണോ? എന്നിട്ടും നീ പൗഡർ എടുത്തിന്റെ കൂടെ എപ്പോഴും ചുറ്റിക്കറങ്ങുന്നുണ്ടല്ലോ. നിനക്ക് എങ്ങനെയാ പൗഡർ എടുത്തിയ പരിചയം? അവളെന്റെ ഫ്രണ്ട് അല്ലേ, എനിക്ക് ചെറുപ്പം മുതൽ അറിയാന്ന് പറയാണേ. അപ്പോ നീയും മലേഷ്യയിലായിരുന്നോ? അല്ലല്ലോ. അല്ല, പൗഡർ എടുത്തി ചെറുപ്പം മുതലേ മലേഷ്യയിലാണെന്നാണല്ലോ പറഞ്ഞത്. സച്ചിയുടെ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ മീരങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇവൻ എന്റെ കയ്യിൽ നിന്ന് സത്യങ്ങളെല്ലാം ചോദിച്ചറിയുന്ന ലക്ഷണം ഉണ്ടല്ലോ. മീരാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ മറുപടി ഒന്നും പറയാത്തെ? അല്ലല്ല, എന്റെ അച്ഛനും അതുപോലെ തന്നെ പൗഡർ എടുത്തിയുടെ അച്ഛനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അവർ രണ്ടുപേരും മലേഷ്യയിലായിരുന്നു. പിന്നെ അവള് ഇവിടെ നാട്ടില് വെക്കേഷന് വരുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയത്. നീയൊക്കെ അവളുടെ കൂടെ എങ്ങനെയാണോ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ട് നടക്കുന്നത്? എന്തിനാ എന്റെ ഫ്രണ്ടിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് വെച്ചിട്ട് മീര ചൂടാവുമ്പോ, അല്ല നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? ഒന്നുമില്ല, ടെൻഷൻ ആയതല്ല. ശ്രുതി നല്ല പെൺകുട്ടിയാണ്. അതെ അതെ അതെ, അവള് ഭയങ്കര നല്ലവളാണ്, അത് നന്നായിട്ട് അറിയാലോ. അവളെ വലിയൊരു കേടിയാണ്, അവളെയാണ് നീ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വെറുതെറുക്കുമ്പോ എന്താന്ന് ചോദിക്കുമ്പോ, അല്ല പൗഡർ എടുത്തിയ ഒരു പെണ്ണാണ്, നീ ഒരു പെണ്ണാണ്, രണ്ടുപേരും ഒരുപോലെയാണല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞതാണ്. അതിന്റെ ഇടയ്ക്ക് മീരയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് അയ്യോ ഫോൺ കട്ടായി പോയി, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, അയ്യോ എന്റെ ഫോണിൽ ചാർജ് തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഫോൺ ചാർജ് ചെയ്യണം എന്നുള്ള കാര്യം അറിയില്ലേ? ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ മറന്നു പോയാലും ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് ഒരിക്കലും മറക്കരുത്. കാരണം അതിനകത്താണ് ഇപ്പൊ എല്ലാം ഉള്ളത്. ആഹാ, സച്ചി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. സച്ചിക്ക് ഏതെങ്കിലും പാർട്ടിയിൽ പോയി ചേർന്നൂടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ മീര. അതെന്താ മീര, നിനക്ക് ഞാൻ നന്നായിട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? അത് മാത്രമല്ല, എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ സംസാരിക്കും. അധികവും സത്യം മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി രാഷ്ട്രീയം ഇതൊന്നും നമുക്കൊരിക്കലും ചേരില്ല. ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചിരിയാണ്. അല്ല നീ ഇതിന് മാത്രം ചിരിക്കാൻ ഞാൻ കോമഡി ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല സച്ചി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ചിരിച്ചതാണ്. ശരി, ഞാൻ എന്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, വിളിച്ചോ, നീ എന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്നത്? അല്ല എന്റെ ഫോണിൽ ചാർജ് ഇല്ല. ഓ അതാണോ? അങ്ങനെയാണെങ്കിൽ ഇതാ കേബിൾ ഉണ്ട്, കുത്തിക്കൊള്ളാൻ വേണ്ടിട്ട് സച്ചി ചാർജറിന്റെ വയർ കൊടുക്കുവാണേ. അയ്യോ ഈ പിന്നെ എനിക്ക് സെറ്റ് ആവില്ല എന്ന് പറയുന്നുണ്ട്. നിന്റെ ഫോണും തരുമെന്ന് ചോദിക്കുമ്പോ, ഓ ആണോ, വേണോന്ന് വെച്ചിട്ട് ആ ഫോൺ അങ്ങ് ലോക്ക് തുറന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഫോണിൽ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോണിൽ സംസാരിക്കുന്ന ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോ, അല്ല ഞാന് ഫോണിനകത്ത് അടിക്കാനുള്ള നമ്പർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോൺ വന്നതിന് ശേഷം നമ്പർ ഒന്നും ഓർമ്മയില്ല. അത് നീ പറഞ്ഞ ശരി തന്നെയാണ്. പണ്ട് ലാൻഡ് ലൈൻ ആവുന്ന സമയത്ത് എല്ലാ നമ്പറും നമ്മൾ എഴുതി വെക്കുമായിരുന്നു. ആ സമയത്ത് നമ്മൾ മനസ്സിൽ എല്ലാ നമ്പറും ഉണ്ടാകും, കുത്തി നമ്മൾ പെട്ടെന്ന് വിളിക്കുകയും ചെയ്യും. ഇപ്പൊ എല്ലാവർക്കും അവരവരുടെ നമ്പർ തന്നെ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ നമ്പർ ഇങ്ങനെ ഓർത്തെടുക്കുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം എന്താ ചെയ്യാറെന്ന് ചോദിക്കുമ്പോൾ കഴിക്കും. അല്ല കടയിലാണോ വീട്ടിൽ പോയിട്ടാണോ കഴിക്കാറ്? വീട്ടിൽ പോയിട്ട് കല്യാണത്തിന് ശേഷം വീട്ടിൽ നിന്നാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നത്. അല്ലെങ്കിലും കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് അത്ര ശരീരത്തിന് നല്ലതല്ല. അല്ല ഇത്രയും നേരമൊക്കെ ഫോൺ നമ്പർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല കിട്ടിയെന്ന് പറയണേ, ആ വീഡിയോ കാണുന്നുണ്ട്. എന്ത് കിട്ടിയെന്നോ? അല്ല നമ്പർ ഓർമ്മ വന്നു എന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും സച്ചിയുടെ ഫോണിലേക്ക് രേവതി വിളിക്കാനുണ്ട് ചെയ്യുന്നത്. അത് വിളിക്കുന്നത് രേവതിയാണ്. രേവതിക്ക് ഞാൻ സ്പെഷ്യൽ റിംഗ് ടോണാണ് വെച്ചിരിക്കുന്നത്. ഫോൺ തരാൻ വേണ്ടി പറയുന്നുണ്ട്. അല്ല ഞാൻ ഫോണിൽ സംസാരിച്ചതിന് ശേഷം സംസാരിക്കാം. എന്റെ ഫോണിൽ നിങ്ങൾ എങ്ങനെയാ സംസാരിക്കുന്നത്? ഫോൺ തരാൻ വേണ്ടി പറഞ്ഞിട്ട് രേവതിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചി വീട്ടിലേക്ക് എപ്പോഴാ വരുന്നത് എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞാൻ ട്രിപ്പ് കൊണ്ട് വിട്ടതിന് ശേഷം അങ്ങോട്ടേക്ക് എത്തിക്കോളാന്ന് പറയുന്നുണ്ട്. ഇടിയപ്പവും അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാളെ കൊലു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോൺ വെജ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഓഹോ, എന്റെ ഭാര്യയ്ക്ക് എന്നോട് എന്തൊരു സ്നേഹമാണ്. എനിക്ക് അല്ലെങ്കിലും സച്ചേട്ടനോട് സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് സ്നേഹമില്ല എന്നാണോ? അത് ചുമ്മാ വായാലെ പറഞ്ഞാ പോരല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ബിരിയാണി മേടിച്ചോണ്ട് വരട്ടെ? അതൊന്നും വേണ്ട സച്ചേട്ടാ, സച്ചേട്ടൻ പെട്ടെന്ന് വന്നാൽ മതി എന്ന് പറയാണ് രേവതി. കൊലുവിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇനി മേടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാൻ വേണ്ടിയിട്ട് സച്ചി പറയുന്നുണ്ട്. കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി പൊടിപ്പിക്കണം, അത് ഞാൻ തന്നെ പോയി പൊടിപ്പിച്ചിട്ട് വന്നോളാം എന്ന് പറയാണ്. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോണ്ട, അരി പൊടിപ്പിക്കുന്നിടത്ത് നല്ല മുളകിന്റെ ഒക്കെ സ്മെല്ലുണ്ടാവും, അത് നിനക്ക് സെറ്റ് ആവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് വന്നോളാം. പിന്നെ രേവതി, എന്റെ കാറിൽ ഇന്ന് ട്രിപ്പ് കയറിയിരിക്കുന്നത് ആരാന്നുള്ള കാര്യം അറിയോ? അതെങ്ങനെ സച്ചിട്ടാ എനിക്ക് അറിയുന്നത്? നിനക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ്. അങ്ങനെ ഒരു ചേച്ചിയുടെ പേര് പറയാണ് കേട്ടോ. ആ ചേച്ചിയൊന്നും അല്ല, നിനക്കറിയുന്ന ഒരു ഫ്രണ്ടാണ്. എന്റെ കൂടെ പൂ കെട്ടുന്ന ആരെങ്കിലും ആണോ? ഇത് നിന്റെ മാത്രം ഫ്രണ്ട് അല്ല, നമ്മുടെ പൗഡർ എടുത്തിട്ടും ഫ്രണ്ടാണ്. അവളുടെയും എന്റെയും ഫ്രണ്ടോ? ഓ മീരയാണോ? ആ അതെ അതെ. കാർ ബുക്ക് ചെയ്തത് ആരാണെന്നുള്ള കാര്യം വന്നു നോക്കുന്ന സമയത്താണ് മീര എന്നുള്ള കാര്യം മനസ്സിലായത്. അവളെയും കൂട്ടിയിട്ട് ഞാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അവളെ അവിടെ വിട്ടതിന് ശേഷം നേരെ ഞാൻ വീട്ടിലേക്ക് വരാം. പിന്നെ രേവതി, മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ ശ്രുതിക്ക് ഊമക്കത്ത് അയച്ചില്ലായിരുന്നോ? അത് ആരാണെന്നുള്ള കാര്യം ഞാൻ
കണ്ടെത്തി. അത് കേൾക്കുമ്പോഴേക്കും മീരയ്ക്ക് പുറകിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അറിഞ്ഞോ അത് ആരാണ് സച്ചിയേട്ടാ? അത് ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം. അവൻ ആരാണ് എന്താണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാന് നേരിട്ട് വന്ന് നിന്റെ അടുത്ത് പറയാട്ടോ. ആ അമ്പലത്തിൽ വെച്ച് തന്നെ അവൻ പിടിക്കപ്പെട്ടു. ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് വന്ന് ഞാൻ പറയാം രേവതി. പുറകിലിരുന്ന് മീരയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ആ പിയെ ഇവന്റെ മുമ്പില് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രുതിയും പിടിക്കപ്പെടുമല്ലോ. എന്തായാലും ഉടനെ തന്നെ ഇവന്റെ ഫോണിൽ നിന്നും ആ വീഡിയോ എടുക്കണം. രേവതി ആണെങ്കിൽ ശരി പെട്ടെന്ന് വാ സച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഫോണും വെക്കുകയാണ്. രേവതി കോള് വെക്കുമ്പോഴേക്കും നമ്മുടെ മീര ഇറങ്ങേണ്ട സ്ഥലം എത്തിയിട്ടോ. നിങ്ങൾ ഇറങ്ങേണ്ട സ്ഥലം എത്തി എന്ന് പറഞ്ഞിട്ട് മീര അവിടെ അങ്ങ് ഇറക്കി വിടുവാണ്. മീരയ്ക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. പണം കൊടുത്തിട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ട്. ഉടനെ തന്നെ മീരയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ മീരയുടെ കോള് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്താടി വീഡിയോ കിട്ടിയോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ലടി എടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് മീര പറയുന്നുണ്ട്. എന്താ മീര നീ ഈ പറയുന്നത്? എത്ര നല്ലൊരു പ്ലാനാണ് നിനക്ക് തയ്യാറാക്കി തന്നത്, എന്നിട്ട് നീ അതുപോലും നല്ല രീതിയിൽ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോ, എടി ആദ്യം നടന്ന സംഭവം എന്താന്നുള്ള കാര്യം നീ ഒന്ന് കേക്ക്. ഞാന് അവന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചു, എന്റെ ഫോണിൽ ചാർജ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അതിനകത്ത് ഞാൻ വീഡിയോ കണ്ടതാണ് നിന്റെ ആന്റിയുടെ കയ്യിൽ നിന്നും രേവതിയുടെ അനിയൻ പേഴ്സ് തട്ടിയെടുക്കുന്നത്. എന്നിട്ട് പിന്നെ നീ എന്താ എന്റെ ഫോണിലേക്ക് ആ വീഡിയോ അയക്കാണ്ടിരുന്നത്? ആ വീഡിയോ അയക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ രേവതി സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു. രേവതി വിളിച്ച ഉടനെ തന്നെ അവനാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുകയും ചെയ്തു. പിന്നെ ഒരു കാര്യമുണ്ടടി, അവര് എത്ര അടി ഉണ്ടാക്കിയാലും ഉണ്ടല്ലോ, അവര് നല്ല സൂപ്പർ കപ്പിൾസ് ആണ് കേട്ടോ. എന്താ നീ പറഞ്ഞത്? അതേ ശ്രുതി, സച്ചി രേവതിയുടെ അടുത്ത് സംസാരിക്കുന്നതുണ്ടല്ലോ അത്രയും നല്ല അടിപൊളിയായിട്ടാണ്, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ച ഇവൻ അടിക്കുന്നതിനൊക്കെ പോകുന്നത് കൊണ്ട് ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ള കാര്യമാണ്. എന്നാൽ വൈഫിന്റെ അടുത്ത് എത്ര റൊമാൻറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നതെന്നറിയോ? മീരെ നീ എന്തൊക്കെയായി പറയുന്നത്? അതേടി ഞാൻ പറയുന്നത് സത്യമാണ്. നിന്നെയും അതുപോലെ തന്നെ സുധിയേയും കണ്ടിട്ട് എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ സച്ചിയും അതുപോലെ രേവതിയും കൂടി സംസാരിക്കുന്നത് കേട്ടപ്പോ ഉണ്ടല്ലോ, കല്യാണം കഴിച്ചിട്ട് ഇതുപോലെ സംസാരിക്കണമെന്ന് തോന്നുന്നു. നിനക്ക് എന്താടി മെന്റലാണോ? ഞാൻ തന്നെ ഇവിടെ വീഡിയോ കിട്ടാത്തതിന്റെ ടെൻഷനിലാണ്. അപ്പോ നീയാണെങ്കിൽ അവർക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി പോവാണോ? അതിനെന്താടി, ഈ അറ്റംപ്റ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് അടുത്ത അറ്റംപ്റ്റിൽ എടുക്കാം എന്ന് മീര പറയുന്നുണ്ട്. നിന്നെ അയച്ച എന്നെ പറഞ്ഞാൽ മതി, മര്യാദയ്ക്ക് ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്രുതി വെക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ എന്താടി അവരെ പോലെ ഫോണിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നീയും നിനക്ക് ഒരു പയ്യനെ വേണോന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെല്ലാം ഞാൻ നോക്കിക്കോളാടി. ഇപ്പൊ നിനക്ക് പുതിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. സച്ചി നവീനെ കണ്ടെത്തി എന്ന് പറയാണേ. നീ എന്താടി പറയുന്നത്? അതെ, സുധിക്ക് കത്തയച്ചുകൊണ്ടിരുന്ന അവനെ ആ അമ്പലത്തിൽ പോയിട്ട് അവൻ കണ്ടെത്തി എന്ന് രേവതിയുടെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടതാണ്. ആ നവീൻ എല്ലാ കാര്യവും സച്ചിയുടെ അടുത്ത് പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്തായാലും സച്ചി ഇപ്പൊ രേവതിയുടെ അടുത്ത് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയും. നീ എന്തായാലും കുറച്ച് ഉഷാറായിട്ടിരുന്നോ. ശരി ഞാൻ വെക്കുക എന്ന് പറഞ്ഞിട്ട് മീര ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി ടെൻഷനിലാണുള്ളത്. ശ്രുതിയും അതുപോലെ സുധിയും ചന്ദ്രയും രവിയും കൂടി ചേർന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടിയപ്പം അതുപോലെ ചിക്കൻ കറിയാണല്ലോ നമ്മുടെ രേവതി ഉണ്ടാക്കിയത്. കഴിച്ചിട്ട് രവി ഇങ്ങനെ പറയാണ് നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യം. അല്ല നിന്റെ അടുത്ത് ആരാടി ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, അത് സച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ്. അവന് ഇഷ്ടമുള്ളത് വേണോ ഞങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ചന്ദ്ര നീ കഴിക്കണ്ട എന്ന് പറയാണ് കേട്ടോ രവി. അപ്പൊ ഞാൻ പട്ടിണി കിടക്കണം എന്നാണോ രവിയേട്ടായി പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ മിണ്ടാതിരുന്ന് കഴിക്കാൻ വേണ്ടി നോക്ക്. എന്തായാലും രേവതി കറി നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യം രവി ഒന്നുകൂടി പറയുമ്പോ അങ്ങനെയൊന്നും ഇല്ല, ഉപ്പ് കുറച്ച് കുറവാണ് എന്നുള്ള കാര്യമാണ് ചന്ദ്ര പറയുന്നത്. എന്തെങ്കിലും ഒരു കുറ്റം പറയണല്ലോ. എന്നാൽ സുധിയാണെന്നുണ്ടെങ്കിൽ ഇല്ലല്ലോ അമ്മേ ഉപ്പൊക്കെ കറക്റ്റ് ആണല്ലോ എന്ന്. ഇടിയപ്പാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ തൊട്ട് കഴിക്കുമ്പോണ്ടല്ലോ അത്രയും സോഫ്റ്റ് ആണ്. ചന്ദ്രയുടെ ആ നോട്ടം കാണുമ്പോഴാണ് സുധിക്ക് കാര്യം മനസ്സിലാവുന്നത്. ഇല്ലില്ല വലിയ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അത്ര ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്ലേറ്റിൽ എന്തിനാണ് അത്രയും എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അമ്മയും മോനും ഒരുപോലെയാണ്. ഇവരിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ എന്താ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അവള് ഭയങ്കര ടെൻഷനിലാണ്. നവീനെ കുറിച്ചിട്ട് എന്തായിരിക്കും ഇനിയിപ്പോ സച്ചി വന്നിട്ട് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. അത് ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും ശ്രദ്ധിക്കുന്നുണ്ടേ. അല്ല ശ്രുതി നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഭക്ഷണം കഴിക്കാണ്ടേ? അതൊന്നുമില്ല ആന്റി, പാർലറിൽ ഒരു ജോലിയെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു പോയി, അതുകൊണ്ടാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട് രവി. അപ്പോഴേക്കും സച്ചി അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. രേവതി ഇന്ന് സ്പെഷ്യൽ ആയിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛ ഇടിയപ്പവും ചിക്കൻ കറിയും അല്ലേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് നിനക്കറിയുന്നത്? ഭാര്യ എന്താ ഉണ്ടാക്കിയെന്നുള്ള കാര്യം ഭർത്താവിനെ അറിയാതിരിക്കും അച്ഛ? എടാ നീ ചുമ്മാ കഥ ഇറക്കല്ലേ. അച്ഛ ഞാന് സച്ചിനെ വിളിച്ചിട്ട് ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ മുതൽ കൊല വെക്കാൻ വേണ്ടി പോവല്ലേ, ഇനി കുറച്ച് നാളത്തേക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഓ അപ്പോ കുറച്ചു നാളത്തേക്ക് നമ്മള് വെജിറ്റേറിയൻ ആവണോ അല്ലേ? എടാ നിന്നെ ഒന്ന് കാണണമെന്ന് വെച്ചിരിക്കുവായിരുന്നു ഞാനാണ് നിനക്ക് മുട്ടക്കടലാസ് എഴുതിയെന്നുള്ള കാര്യമല്ലേ നീ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. നിന്റെ മേല് പഴിച്ചാരുമല്ല, ഇപ്പോഴും എനിക്ക് നിന്റെ മേല് തന്നെ സംശയം സുധി. അതുണ്ടാകും നീ അടിമേടിക്കാതെ രക്ഷപ്പെട്ടതല്ലേ, അതുകൊണ്ടാണ്. നീയല്ലാതെ പിന്നെ വേറെ ആരാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് അത് ആരാണ് ലെറ്റർ എഴുതി തന്നതെന്നുള്ള കാര്യമൊക്കെ
എനിക്ക് മനസ്സിലായി. അത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് രവി ചോദിക്കുമ്പോ അതെ അച്ഛാ കണ്ടുപിടിച്ചു. ഇവൻ ചെയ്യേണ്ട പണിയാണ് അച്ഛാ ഞാൻ ചെയ്തത്. ഇവനെ പോലെ ഒന്നിനെ കുറിച്ചും അറിയാതെ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഞാൻ അങ്ങനെ ചുമ്മാ ആരുടെ മേലും പഴിയൊന്നും ഇടൂല. സച്ചേട്ടാ ആരാ അങ്ങനെ ലെറ്റർ അയച്ചെന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. അവനൊരു കള്ളനാണ് രേവതി. ഇവൻ പറഞ്ഞ അമ്പലത്തിൽ ഞാനും പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എടാ നീയല്ലേ പറഞ്ഞത് ഏതോ സ്വാമിയുടെ വേഷം കിട്ടിയിട്ടാണ് നടന്നതെന്നല്ലേ നീ പറഞ്ഞത്? അതേ അമ്പലത്തില് അവൻ സ്വാമിയെ പോലെ വേഷമൊക്കെ കെട്ടിയിട്ട് ഭണ്ഡാരമൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അവന് ഫ്രോഡാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാരും കൂടി ചേർന്നിട്ട് അവനെ അവിടുന്ന് അടിച്ചോടിച്ചു. അപ്പോ അവൻ ശരിക്കും സ്വാമിയല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ എടാ കാവ്യവേഷം കിട്ടുന്ന എല്ലാവരും സ്വാമിമാരാണോ? എടാ നീ വിഷയത്തെ കുറിച്ചിട്ട് പറയുന്ന രവി പറയുന്ന സമയത്ത് അതാ അച്ഛാ അവിടെയുള്ള ഒരാള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവനെ അടിക്കുന്ന. ആ വീഡിയോ കണ്ടപ്പോഴാണ് അവൻ ആരാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഇതെല്ലാം കേട്ട് ശ്രുതിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് അവിടെ എങ്ങനെ ഇരിക്കുവാണെ ഒന്നും മിണ്ടാതെ. ആരാടാ അവൻ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ എടാ അവൻ 2-3 തവണ എന്റെ അടുത്ത് അടി മേടിച്ചിട്ടുണ്ട്. നീ അതിന് നാട്ടിൽ പോകുന്നവരും വരുന്നവരും ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും അമ്മ അങ്ങനെ തെറ്റ് ചെയ്യാത്ത ആരെയും സച്ചേട്ടൻ അടിക്കില്ല. തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചോദ്യം ചെയ്യും. പിന്നെ ഇവൻ വലിയ ഹീറോ അല്ലേ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്? ഞാനേ ഹീറോ ഒന്നുമല്ല, പക്ഷെ കൺമുമ്പിൽ തെറ്റ് നടക്കുന്ന സമയത്ത് അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന കോഴയല്ല. എടാ നിന്നെ കുറിച്ചിട്ട് എനിക്കറിയാം. നീ ആദ്യം ആരാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം പറ. രവി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ അന്നെ ആദ്യമായിട്ട് ഞാൻ കണ്ടത് സുധിയുടെ കല്യാണത്തിന് അന്നാണ്. എന്റെ കാറിൽ ഇരുന്നിട്ട് പെണ്ണുങ്ങളെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞില്ലേ, ഞാനാണ് അവനെ അടിച്ചെന്ന് വിരട്ടി വിട്ടത്. അന്നല്ലേ സച്ചിയേട്ട പോലീസ് വീട്ടിലേക്ക് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതി നീ കറക്റ്റ് ആയിട്ട് ഓർത്തു വെച്ചിട്ടുണ്ട്. അവൻ തന്നെ. അതിനുശേഷം അവനാണെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് കോമയിലേക്ക് പോയി. അത് കഴിഞ്ഞ് 2 മാസം മുമ്പ് ഞാൻ അവനെ റോഡിൽ കണ്ടിരുന്നു. ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയെ ഇടിച്ചിട്ടിട്ട് അവൻ നിർത്താതെ പോയി. ഞാനാണ് അവനെ പുറകെ ചെന്ന് പിടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിച്ചത്. പറഞ്ഞത് കേൾക്കുമ്പോ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവനാണല്ലേ പോലീസിൽ അവനെ പിടിച്ചു കൊടുത്തത്. അപ്പോ ആന്റണി അല്ലല്ലേ പോലീസിൽ അവനെ പിടിച്ചു കൊടുത്തത്. റാസ്കൽ അവൻ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു അല്ലേ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്.